ഇത്തവണ നവരാത്രിക്ക് 3 ദിവസം അവധിയുണ്ടാകും. ഈ മാസം 30 കൂടി അവധിയാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. സഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭാ ജീവനക്കാർക്ക് അവധി ഉണ്ടാകില്ല. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ ശീലാസനൽ, ദുർഗാഷ്ടമിക്ക് അവധി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പൂജ വയ്ക്കുന്നത് ദുർഗാഷ്ടമിക്കാണ്. ദുർഗാഷ്ടമിക്ക് കൂടി സർക്കാർ അവധി കൊടുക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? സുജയ, ഇപ്പോൾ അല്പം മുമ്പാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർഗാഷ്ടമി ദിവസമായ 30-ാം തീയതി സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച കൂടിയാണ് അവധി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ 3 ദിവസം നവരാത്രിയുടെ ഭാഗമായിട്ടുള്ള അവധി ഉണ്ടാകും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, കൂടാതെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ ദിവസം അവധിയായിരിക്കും എന്ന ഉത്തരവിൽ പറയുന്നു. എന്നാൽ മറുവശത്ത് ഈ ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ജോലികൾ, ചുമതലകൾ വഹിക്കുന്ന സഭാ ജീവനക്കാർക്ക് അവധി ഉണ്ടാകില്ല. ആ ജീവനക്കാർ കൃത്യമായി ഹാജരാകുന്നുണ്ട് എന്നും അവർ ജോലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും ഗോപാൽ ശീലാസനൽ, ഇക്കാര്യത്തിൽ നവരാത്രി ദിവസങ്ങളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുർഗാഷ്ടമിക്കാണ്. ദുർഗാഷ്ടമി സർക്കാർ കലണ്ടറിൽ അവധിയില്ലാതിരുന്ന ദിവസമാണ്. ആ ദിവസം കൂട്ടിച്ചേർക്കുന്നതിനായി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് NGO സംഘ് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് കൂടി പരിഗണിച്ചാണോ തീരുമാനം? അതെ, തീർച്ചയായിട്ടും സുജയ, അതിലേക്ക് തന്നെയാണ് വന്നത്. കാരണം NGO സംഘം അടക്കമുള്ള സംഘടനകൾ ദുർഗാഷ്ടമി ദിവസം കൂടി ഇതിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി അവധി നൽകണം. അത് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസമായതിനാൽ തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള നിരവധി ചടങ്ങുകൾ അന്നേ ദിവസം ചെയ്യുന്നതിനായിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ പ്രത്യേക പൂജകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം കൂടി അവധി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യപ്രകാരമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കത്ത് വരുന്നു, ആ കത്തിന് പിന്നാലെ അവധി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് അവധി പ്രഖ്യാപിക്കുന്നതിൽ NGO സംഘിന്റെ ആവശ്യത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ടതില്ല. എന്തായാലും ഈ അവധി ദിവസം 3 ആയിരിക്കുന്നു. നവരാത്രി, അതായത് സർക്കാർ കലണ്ടറിൽ ദുർഗാഷ്ടമിക്ക് അവധിയില്ലാത്തത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നതടക്കമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം വിശ്വാസികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി ഇത് മാറുകയല്ലേ? തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ ഒരു തീരുമാനമായി ഇതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കാൻ സാധിക്കും. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഹൈന്ദവ വിശ്വാസികളെ സ്വാധീനത്തിലെടുക്കുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. പണ്ടുകാലത്തെ പല സംഭവങ്ങളുടെയും ദൃശ്യങ്ങളും വാർത്തകളും അടക്കം പങ്കുവച്ചാണ് അന്ന് സർക്കാരിനെതിരെ വലിയ ആരോപണം UDF-ഉം BJP-യും അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ദുർഗാഷ്ടമി ദിവസം കൂടി 1 ദിവസം, 2 ദിവസം പൂജാവധി നൽകിയിരുന്ന സ്ഥാനത്ത് 3 ദിവസം നൽകുന്നു. സർക്കാർ അവധിയായി കലണ്ടറിൽ രേഖപ്പെടുത്താത്ത സെപ്റ്റംബർ 30-ാം തീയതി ദുർഗാഷ്ടമി ദിവസം കൂടി അവധി നൽകുന്നു. അത് ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറക്കുന്നു. അതും ഏതാനും ദിവസങ്ങൾ, എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് 26-ാം തീയതി ആയിട്ടേ ഉള്ളൂ. 26-ാം തീയതി ഗോപാൽ ശീലാസനൽ, ഒരിക്കൽ കൂടി നമ്മൾ അതിൽ വ്യക്തത വരുത്തുകയാണ്. നവരാത്രിയിലെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ, പൂജ വെപ്പിന്റെ ദിവസം സാധാരണ പൊതു അവധിയല്ല. അതാണിപ്പോൾ പൊതു അവധിയാക്കിക്കൊണ്ടുള്ള ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. പൂജ വയ്ക്കുന്ന ദിവസം, പൂജവയ്പ് എന്ന് തന്നെ അതിന്റെ ആ ഉത്തരവിൽ എടുത്തു പറയുന്നുമുണ്ട്. പൂജവയ്പ്പിന്റെ ദിവസം കൂടി അവധി കൊടുക്കുകയാണ്. നേരത്തെ മഹാനവമിക്കും വിജയദശമിക്കുമായിരുന്നു പൊതു അവധി ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ മുതൽ, ഈ വർഷം മുതൽ അത് 3 ദിവസമാക്കി കൂട്ടുകയാണ്. അത് ദുർഗാഷ്ടമി ദിവസമാണ്. അത് NGO സംഘടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടി അവധി പ്രഖ്യാപിക്കുകയാണ്. അതായത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയല്ലേ ഈ തീരുമാനത്തിലൂടെ? ഒരു സംശയവും വേണ്ട, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന ആ പ്രസ്താവന ഒരു സർക്കാർ ഉത്തരവാക്കി ഇറക്കിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലും നമ്മളിതിനെ വിലയിരുത്തപ്പെടേണ്ടതില്ല. കാരണം വരാനിരിക്കുന്ന മാസങ്ങൾ നിലവിലുള്ള സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട മാസങ്ങളാണ്. ആ മാസങ്ങൾക്ക് തൊട്ട് മുന്നോടിയായി വരുന്ന ഇത്തരം അവധികൾ, ഇത്തരം തീരുമാനങ്ങളുടെ മൂല്യം ഏറെ വലുതാണ്. ആ തീരുമാനങ്ങളുടെ അർത്ഥം ഏറെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈന്ദവ വിശ്വാസികൾ
വിശ്വാസികൾക്ക് അനുകൂലമായ തീരുമാനം എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉത്തരവ് താൽക്കാലികമായി ഈ ഒരു വർഷത്തേക്കുള്ള മാത്രം ഉത്തരവാണ്. വാർത്തയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ സന്തോഷമാകും. കുട്ടികൾക്ക് അതായത് പൂജ വയ്ക്കുന്ന കുട്ടികൾക്ക് അത് മാത്രമല്ല, ആ കുട്ടികൾക്ക് വീട്ടിലുള്ള അച്ഛനമ്മമാർക്കും ഒക്കെ സന്തോഷമാകും. കാരണം അവർക്കും കൂടി അവധി കിട്ടുകയാണ്. 3 ദിവസം അവധിയായിട്ട് കിട്ടുന്നു. അപ്പോൾ പൂജ അവധി ദിവസങ്ങൾ അങ്ങനെ ആഘോഷമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ദുർഗാഷ്ടമിക്ക് കൂടി പൊതു അവധിയാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് വന്നിരിക്കുന്നത്.